ഇറാൻ ഇസ്രയേൽ സംഘർഷം കൂടുതൽ കനക്കുന്നു. ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ ആസ്ഥാനം തകർത്തെന്നും ഹെവി വാട്ടർ ന്യൂക്ലിയർ റിയാക്ടർ ആക്രമിച്ചെന്നും ഇസ്രയേൽ അവകാശവാദം ഉന്നയിച്ചു. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ തെക്കൻ ഇസ്രയേലിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലായ സൊറോക്ക മെഡിക്കൽ സെന്റർ ഭാഗികമായി തകർന്നു. അതിനിടെ പശ്ചിമേഷ്യയിലേക്ക് US കൂടുതൽ സൈന്യത്തെ അയക്കുന്നതായും പടയൊരുക്കം ശക്തിപ്പെടുത്തുന്നതായും വിവരമുണ്ട്. കീഴടങ്ങില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞതിന് പിന്നാലെ ഇസ്രയേൽ സൈന്യം ആക്രമണം കടുപ്പിച്ചു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ തെക്ക് കിഴക്ക് ഭാഗത്തുള്ള പ്രദേശങ്ങളിലാണ് ആക്രമണം നടത്തിയത്. വ്യോമസേന ജെറ്റുകളുടെ ആക്രമണത്തിൽ ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ ആസ്ഥാനം തകർന്നെന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം. ഇതിനു പുറമെ കരാച്ചിയിലും പായം വിമാനത്താവളത്തിലുമടക്കം ഇറാന്റെ നിരവധി സ്ഥലങ്ങളിൽ സ്ഫോടനങ്ങൾ നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടെ ഇസ്രയേലി നഗരങ്ങളെ ലക്ഷ്യമാക്കി രാത്രിയിലും ഇറാന്റെ മിസൈൽ ആക്രമണവും തുടർന്നു. ഹൈഫയിലേക്കും ടെൽ അവീവിലേക്കും ഇറാൻ മിസൈലുകൾ തൊടുത്തു. അതേസമയം US-ഉമായി ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന ട്രംപിന്റെ അവകാശവാദങ്ങൾ ഇറാൻ തള്ളി. വൈറ്റ് ഹൌസിലേക്ക് മീറ്റിംഗിന് വരാമെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഭീഷണിയുടെ സ്വരത്തിൽ സംഭാഷണത്തിനും സമാധാന ചർച്ചയ്ക്കുമില്ലെന്ന് ഇറാൻ നിലപാട് വ്യക്തമാക്കി. എന്നാൽ ഇറാൻ വിഷയത്തിൽ എങ്ങനെ മുന്നോട്ടു പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ലെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂമിൽ ചർച്ച നടത്തും. അതിനിടെ സംഘർഷത്തിൽ മധ്യസ്ഥ ചർച്ചയ്ക്കുള്ള റഷ്യയുടെ സന്നദ്ധത തള്ളിയ US പ്രസിഡന്റ് ആദ്യം യുക്രൈൻ പ്രശ്നം പരിഹരിക്കുമെന്നും മറുപടി നൽകി. അതേസമയം പശ്ചിമേഷ്യയിലേക്ക് US കൂടുതൽ സൈന്യത്തെ അയക്കുന്നതായും പടയൊരുക്കം ശക്തിപ്പെടുത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്. US-ന്റെ ഒരു യുദ്ധക്കപ്പൽ കൂടി സംഘർഷ മേഖലയിലേക്ക് നീങ്ങുന്നതായാണ് വിവരം. US-ന്റെ 3 യുദ്ധക്കപ്പലുകൾ മേഖലയിലുണ്ട്. സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ UN രക്ഷാസമിതി നാളെ അടിയന്തര യോഗം ചേരും. ന്യൂസ് ഡെസ്ക്, News 18. ഇറാനെതിരായ സൈനിക നടപടിയിൽ ഇസ്രയേലിനൊപ്പം ചേരാനുള്ള അമേരിക്കൻ നീക്കത്തിൽ മുന്നറിയിപ്പുമായി റഷ്യ. സൈനിക നടപടിക്ക് അമേരിക്ക മുതിർന്നാൽ പ്രവചനാതീതമാകും സാഹചര്യങ്ങൾ എന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകുന്നു. അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മറിയ സഖാറോവ പറഞ്ഞു. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയിയെ ഇല്ലാതാക്കുമെന്ന മുന്നറിയിപ്പുമായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് രംഗത്തു വന്നു. ഇസ്രയേലിലെ 4 നഗരങ്ങളിൽ ഇറാൻ നടത്തിയ കനത്ത മിസൈൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രയേലിന്റെ കടുത്ത മുന്നറിയിപ്പ്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും കിരൺ ബാബു ചേരുന്നു. കിരൺ, അമേരിക്ക ഏതാണ്ട് തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുന്നു എന്ന വിവരം വരുമ്പോഴാണ് റഷ്യയുടെ മുന്നറിയിപ്പ് വരുന്നത്. എന്താണ് സാഹചര്യം? കഴിഞ്ഞ ദിവസം ഈ യുദ്ധത്തിൽ അമേരിക്ക നേരിട്ട് പങ്കാളികളാവുമോ എന്നുള്ള ചോദ്യത്തിന് അതിൽ പങ്കാളിയായേക്കാം, ആകാതിരുന്നേക്കാം എന്നുള്ള മട്ടിലായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മറുപടി. ഇതിന് പിന്നാലെയാണ് റഷ്യയുടെ ഭാഗത്തു നിന്നും കടുത്ത പ്രതികരണം വരുന്നത്. അങ്ങനെ ഒരു സൈനിക നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്നത് വാഷിംഗ്ടണിന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നതായി അമേരിക്കൻ വിദേശകാര്യ വക്താവ് മരിയ സഖാരോവ പറഞ്ഞു. പ്രവചനാതീതവും അപകടകരവുമായ പ്രത്യാഘാതങ്ങൾ ഇതിനുണ്ടാവും എന്നതുകൂടി പറയുന്നു. റഷ്യ ഇതിന് പ്രധാന കാരണമായി പറയുന്നത് ഇറാനിലെ ബുഷഹർ ആണവ നിലയം. ഈ ആണവ നിലയത്തിൽ റഷ്യൻ ആണവ ഇന്ധനമാണ് ഉപയോഗിക്കുന്നത്. റഷ്യൻ വിദഗ്ധരാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ ആണവ നിലയത്തിനു നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ ആക്രമണം UN ആണവ നിരീക്ഷണ സമിതി തന്നെ സ്ഥിരീകരിച്ചതാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ അന്താരാഷ്ട്ര തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവുന്നില്ല. എവിടെയാണ് പ്രകൃതി സ്നേഹികൾ, എവിടെ യൂറോപ്യൻ യൂണിയനെയും അമേരിക്കയും ഉദ്ദേശിച്ചുകൊണ്ട് ആണവ നിലയത്തിന് നേരെ ആക്രമണം ഉണ്ടാകുകയും ആണവ നിലയത്തിൽ നിന്ന് അണുവികരണം ഉണ്ടാവുകയും ചെയ്താൽ നിങ്ങൾ വളരെ ദൂരെയാണ് എന്ന് കരുതരുത്. അങ്ങനെയാണെങ്കിൽ പണ്ട് ജപ്പാനിലുണ്ടായ സംഭവം, ടോക്കിയോയിലുണ്ടായ സംഭവം അടക്കം നിങ്ങളുടെ ഓർമ്മയിൽ വേണം എന്നതുകൂടി റഷ്യ മുന്നറിയിപ്പ് നൽകുന്നു. ഏതെങ്കിലും തരത്തിൽ റഷ്യക്കാർ പ്രവർത്തിക്കുന്ന ആണവ നിലയങ്ങൾക്കു നേരെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ശക്തമായ രീതിയിൽ റഷ്യ ഇടപെടും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത്. എന്നാൽ ഇതിനിടെ ഇറാനു നേരെ ഇസ്രയേലും മറ്റൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇറാൻ പരമോന്നത നേതാവായ അയത്തുള്ള ഖമേനിയെ ആണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അയത്തുള്ള ഖമേനിയെ ഇല്ലാതെയാക്കും എന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കേഴ്സ് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ യുദ്ധത്തിന്റെ പ്രധാന
പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യവും അതുതന്നെയാണ് എന്നതുകൂടി അദ്ദേഹം പറയുന്നു. എന്തായാലും ഒരു ഭാഗത്തു നിന്ന് യുദ്ധം കടുപ്പിക്കുന്ന ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതിൽ അമേരിക്ക കൂടി ഇസ്രായേലിനൊപ്പം പങ്കാളികളാവും എന്നുള്ള വാർത്ത വരുന്നതിന് തൊട്ടു പിന്നാലെയാണ് റഷ്യ കൂടി ലോകത്തെ പ്രധാനപ്പെട്ട ഒരു രാജ്യം കൂടി ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഒമാൻ അടക്കമുള്ള രാജ്യങ്ങളും UAE അടക്കമുള്ള രാജ്യങ്ങളും ഒക്കെ മധ്യസ്ഥ ശ്രമങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. പക്ഷേ അതൊന്നും വിജയിച്ചില്ല. UAEയുടെ ഭരണാധികാരിയുമായി റഷ്യ ആശയവിനിമയം നടത്തിയ ശേഷമാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും അമേരിക്ക അങ്ങനെ ഒരു നേരിട്ടുള്ള നീക്കത്തിലേക്ക് പോയാൽ റഷ്യ കൂടി ഇതിൽ യുദ്ധത്തിൽ പങ്കാളികളാവും എന്നുള്ള ഒരു സൂചന കൂടിയാണ് റഷ്യ ഇപ്പോൾ നൽകുന്നത്. ശരി, ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാനുള്ള ഇന്ത്യൻ ദൗത്യം ഓപ്പറേഷൻ സിന്ധു തുടരുന്നു. 110 പേരടങ്ങുന്ന ആദ്യ സംഘം ഇന്ന് പുലർച്ചെ ഡൽഹിയിലെത്തി. ഇൻഡിഗോയുടെ പ്രത്യേക വിമാനത്തിലാണ് വിദ്യാർത്ഥികളെ നാട്ടിലെത്തിച്ചത്. ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായതോടെ ഇന്ത്യക്കാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. ഡൽഹിയിലെത്തിയ ആദ്യ സംഘത്തിൽ 90 വിദ്യാർത്ഥികൾ ജമ്മു കശ്മീരിൽ നിന്നുള്ളവരാണ്. 20 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ഇറാനിൽ നിന്ന് സുരക്ഷിതമായി അതിർത്തിയിലൂടെ ആദ്യം അർമേനിയയിലേക്ക്, അവിടുന്ന് പ്രത്യേക വിമാനത്തിൽ പിന്നീട് ഡൽഹിയിലെത്തിച്ചു. സംഘർഷ സാഹചര്യം മാറി തിരികെ മടങ്ങാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കണമെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. हालात जो है बिगड़ते जा रहे हैं. पहले तो स्टार्ट जो वेरी स्लो था, लेकिन अब जो है वो बहुत हालात खराब होते जा रहे हैं. मोस्टली जो तेहरान में है, जो कैपिटल है, वहाँ पे बहुत ज़्यादा हालात खराब है. वहाँ से जो है सबको निकाला जा रहा है. इंडियन स्टूडेंट जो हैं वो सारे वहाँ से निकल रहे हैं और बाकी यूनिवर्सिटी में जो भी बच्चे थे वो निकल रहे हैं. ഭാവി സംബന്ധിച്ച ആശങ്കയും മടങ്ങിയെത്തിയ വിദ്യാർത്ഥികൾ പങ്കുവച്ചു. They are doing very good job. They evacuated all the students from all the university. Now they are taking them to the safe place. After they will reach there, from there they will evacuate them to the India. तो रूट क्या रहा, कैसे आया, अगर उसके आप पूरा प्रोसेस बता सकें. रूट हमारा उर्मिया से पहले अर्मेनिस्तान आए by bus. Then after that we stayed there for around 4-5 hours. There was a process on the border. After that we had a flight from Armenistan to Qatar, and from Qatar we are here now. Thank you very much. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി വരുന്ന മണിക്കൂറിൽ കൂടുതൽ വിദ്യാർത്ഥികളെ മടക്കിയെത്തിക്കാനാണ് നീക്കം. 6000-ഓളം വിദ്യാർത്ഥികളാണ് ഇറാനിലുള്ളത്. ഇതിൽ 600-ഓളം പേരെ ക്വാമിലെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരെ വരും ദിവസങ്ങളിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. സംഘർഷം രൂക്ഷമായാൽ ഇറാനിൽ നിന്ന് മാത്രം 10,000-ലധികം പേരെ ഒഴിപ്പിക്കേണ്ടി വരും. ഒഴിപ്പിക്കലിന് തുർക്കിമിനിസ്ഥാന്റെയും അസർബൈജാന്റെയും പിന്തുണ ഇന്ത്യ തേടിയിട്ടുണ്ട്. അതേസമയം ഇസ്രായേലിലെ ടെൽ അവീവിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന നടപടിയും തുടരുകയാണ്. ഇസ്രായേലിൽ നിന്ന് 25,000-ഓളം ഇന്ത്യക്കാരെങ്കിലും ഒഴിപ്പിക്കേണ്ടി വരുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. ജോർദാൻ, ഈജിപ്ത് അതിർത്തി വഴി ഒഴിപ്പിക്കാനാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇതിനായി ഇന്ത്യക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.